ശങ്കർ മായ എന്ന ധനികയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കുന്നതിനായി ശങ്കർ തന്റെ അമ്മയായ മാധവിയെയും കൊണ്ട് ഭാര്യയുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നു. ശങ്കറിന്റെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. മായ ശങ്കറിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് മായയുടെ അച്ഛൻ വർമ്മ മായയെ ശങ്കറിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. വർമ്മയ്ക്കും മായയ്ക്കും ശങ്കറിന്റെ അമ്മ അവിടെ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശങ്കറിനെ വിചാരിച്ച് അവർ കഴിച്ചുകൂട്ടി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം മായ ഇങ്ങനെ പറഞ്ഞു, ഛേ, ഈ വീട് എന്തുപോലെയാ കിടക്കുന്നത്? ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ലേ? ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വല്ല ആശ്രമത്തിലും പോയി ജീവിച്ചുകൂടെ? പോരാഞ്ഞിട്ട് ഞങ്ങളുടെ തലയിൽ കയറാൻ വരുന്നു. ഹോ, എന്തൊരു ശല്യാണിത്! ഇങ്ങനെ മായ അമ്മായിയമ്മയോട് ഉറക്കെ ഉറക്കെ വഴക്കിടുന്നു. അമ്മായിയമ്മ ഇതെല്ലാം കേട്ട് എന്നിട്ടിങ്ങനെ പറയുന്നു, എന്താ മോളെ ഇങ്ങനെയെല്ലാം പറയുന്നത്? ഇതെല്ലാം എന്നെ പറ്റിയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് സ്വന്തമായൊരു റൂം തന്നതല്ലേ? അവിടെയല്ലേ നിങ്ങളുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കേണ്ടത്? അതിനു പകരം സോഫയിലും ചപ്പൽ സ്റ്റാൻഡിലും എല്ലാം നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നു. വസ്ത്രങ്ങളെല്ലാം ഉണക്കേണ്ടത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ താമസിക്കാൻ തന്നെ നിങ്ങളെ അനുവദിക്കില്ല. ഇവിടെ എങ്ങനെയാണ് താമസിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മായ ദേഷ്യത്തോടെ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ശങ്കർ ഇതെല്ലാം കേട്ടു. മായ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നു എന്നതിനർത്ഥം നിന്റെ എല്ലാ ആട്ടുംതുപ്പും സഹിക്കണമെന്നാണോ? എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയത്. എൻ്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുക. ഇത് കേട്ടപ്പോൾ മായ കരയുവാൻ തുടങ്ങി. തെറ്റ് നിങ്ങളുടെ അമ്മയുടെ ഭാഗത്താണ്. അവരോട് നേരാവണ്ണം പെരുമാറാൻ പറയൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മായ ഉള്ളിലേക്ക് പോയി. എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ദിവസവും അമ്മായിയമ്മയുമായും ഇക്കാരണത്താൽ വീട്ടിലെല്ലാവരുമായും പരസ്പരം വഴക്കു നടന്നുകൊണ്ടിരുന്നു. ആ വീട്ടിൽ ആരും തന്നെ മനസമാധാനത്തോടെ ജീവിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി പാർവതി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ കാരണമാണ് ഈ വീട്ടിൽ എല്ലായ്പ്പോഴും വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മകനും മരുമകളും എവിടെയായിരുന്നാലും അവർ സുഖമായിരിക്കണം. എനിക്കതാണ് വേണ്ടത്. ഞാൻ കാരണം അവരുടെ ഇടയിൽ എന്തിനാണ് വഴക്കുണ്ടാകുന്നത്? ഞാൻ എവിടെ നിന്ന് പോയാൽ എല്ലാവരും സുഖമായി ജീവിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാർവതി തന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ പാർവതിയെ കാണാനില്ല. അമ്മയെ കാണാത്തത് കാരണം ശങ്കർ വളരെയധികം പരിഭ്രമിച്ചു. മായയ്ക്കും ആകട്ടെ വളരെയധികം സന്തോഷമായി. ഹോ, സമാധാനം! ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇക്കാര്യം മായ തന്റെ പിതാവിനോട് പറയുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ശങ്കർ തന്റെ അമ്മയെ തിരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. ശങ്കറിന് അമ്മയെ എവിടെയും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതിനാൽ ശങ്കർ വളരെയധികം വിഷമിച്ചു. 4 ദിവസങ്ങൾ കടന്നുപോകുന്നു. വർമ്മയുടെ വീട്ടുകാരുമായി എല്ലാവർക്കും ശത്രുതയായിരുന്നു. എല്ലാവരുമായും ഒരുപാട് വഴക്കുകൾ നടന്നു. മോളെ മായ, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് തൽക്കാലം ദൂരെ മാറി നിൽക്ക്. നിങ്ങൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അതൊന്നും വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. പോലീസും വേണ്ട, ആരും വേണ്ട. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. പൈസയൊക്കെ പിന്നെ സമ്പാദിക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ദൂരെ എവിടെയെങ്കിലും മാറിപ്പോക്കോളൂ. ഞാൻ പിന്നീട് വന്നോളാം. മായയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നു. മായ സമ്മതിക്കുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 2 പേർ വീട്ടിലേക്ക് കത്തിയുമായി വന്നു. മായ അവിടെ നിന്ന് ഭയം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. മായയുടെ അച്ഛനെയും ഭർത്താവിനെയും ആ ആളുകൾ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. എന്തായാലും മായ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എവിടേക്കാണ് പോകേണ്ടതെന്നോ എവിടെയാണ് പോകേണ്ടതെന്നോ മായയ്ക്കറിയില്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം അബിക്കാപ്പു എന്നൊരു ഗ്രാമത്തിൽ ഒരു മരത്തിന്റെ താഴെ വളരെ ദുഃഖിതയായി മായ വിശന്നു വലഞ്ഞ് ദാഹിച്ച് ഇരിക്കുന്നു. ആരെങ്കിലും ഭക്ഷണം തരണേ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മായ. ഈ സമയം അമ്മായിയമ്മ പാർവതി വെള്ളം പിടിക്കാനായി അവിടെ വരുന്നു. ഇവിടെ ഇതാ ആരാണീ വിഷമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കുന്നു. ആരാണ് മോളെ നീ? എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പാർവതി മായയുടെ അടുത്തേക്ക് തിരിഞ്ഞു. അവിടെ ഇരിക്കുന്നത് തന്റെ മരുമകളാണെന്ന് പാർവതിക്ക് മനസ്സിലായി. പാർവതി ആകെ പരിഭ്രമിച്ചു. 1-2 ആളുകളെയും കൂട്ടി വിളിച്ച് പാർവതിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മായയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോഗ്യവതിയാക്കി. അപ്പോൾ മായ എല്ലാ കാര്യങ്ങളും തന്റെ അമ്മായിയമ്മയോട് പറഞ്ഞു. വളരെയധികം വിഷമിച്ചു. ഇത് കേട്ടപ്പോൾ പാർവതിയും കരയുവാൻ തുടങ്ങി. എന്നിട്ട് പാർവതി ഇങ്ങനെ പറയുന്നു. ഞാൻ പൊന്നുപോലെ നോക്കിയ എന്റെ മകനാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത്. മായ പാർവതിയുടെ കൂടെ ഒരു ചെറിയ കുടിലിൽ താമസിച്ചു വന്നു. അമ്മേ, നിങ്ങൾക്ക് ഈ പുതിയ സ്ഥലത്ത് വന്നിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾ ഏത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ വളരെ സന്തോഷവതിയാണ് മോളെ. ഇവിടെ എല്ലാവരെയും പോലെ ഞാനും സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവിടെ എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമാണ്. അമ്മേ, എനിക്ക് മാപ്പ് തരുമോ?
പണത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ താങ്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പണത്തിന്റെ കാരണം കൊണ്ട് തന്നെ ആളുകൾ വന്ന് എന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊന്നു. ഇപ്പോൾ ഞാൻ വിധവയുമായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മായ ഒരുപാട് കരഞ്ഞു. സമാധാനമായിരിക്കും മോളെ, ഇതെല്ലാം സംഭവിക്കണമെന്ന് ആരോ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെയേ വരൂ. നീ എന്റെ മകളെ പോലെ തന്നെയാണ്. ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല, എന്നെ അമ്മയെന്ന് വിളിക്കും. ഞാൻ എന്റെ മോളെ നല്ല ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. നല്ലൊരു അമ്മയെ കിട്ടിയിട്ട് അവരെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതിന് ഭഗവാൻ എനിക്ക് തന്ന ശിക്ഷയാണിത്. ഞാൻ ഈ ശിക്ഷയ്ക്ക് തീർച്ചയായും അർഹയാണ്. മായ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നു. അമ്മയും മകളുമായി പാർവതിയും മായയും ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചു പോന്നു. പാർവതി മായയെ വീണ്ടും കല്യാണം കഴിപ്പിച്ചു വിടാൻ ആലോചിക്കുന്നു. ഈ സമയം ആ നാട്ടിലേക്ക് അവിടുത്തെ ഒരു ഭൂവുടമയായ ലളിത് വരുന്നു. അദ്ദേഹം മായയെ കണ്ടിഷ്ടപ്പെടുന്നു. ഈ കാര്യം അദ്ദേഹം പാർവതിയോട് പറയുന്നു. പാർവതി മായയോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടും മായ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല. മായയെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ടത് തന്റെ കടമയാണെന്ന് പാർവതി വിചാരിക്കുന്നു. മായയെ പറഞ്ഞു മനസ്സിലാക്കി ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മായയുടെയും ലളിതിന്റെയും കല്യാണം നടക്കുന്നു. പാർവതി വളരെയധികം സന്തോഷിച്ചു. ഓരോ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്നത് മായയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അവൾ എല്ലായ്പ്പോഴും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. അമ്മയുടെ കൂടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ലളിത് അവളോട് എതിർത്തൊന്നും പറഞ്ഞിരുന്നില്ല. എന്തെന്നാൽ അവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലളിത് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മായ, നീ നല്ല പണമുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്കെല്ലാം പോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അമ്മേ, ഞാൻ എനിക്ക് തന്നെ വിധിച്ച ശിക്ഷയാണിത്. അതങ്ങനെ തന്നെ വേണം. ഇനിയുള്ള കാലം ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതുമാത്രമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് നിർധനരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും ഉദ്ദേശിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ജോലിക്ക് വരുന്നത് ഈ ജോലി പഠിക്കുവാനാണ്, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല അമ്മേ. ഞാൻ ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഈ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല. മായ, നീ ഒരുപാട് മാറിയിരിക്കുന്നു. ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ മോളെ. മായ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ചെറുതായൊന്ന് ചിരിച്ചു. കുറച്ചു മാസങ്ങൾ കടന്നുപോയി. അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മായ നിർധനരായ ആളുകളെ സഹായിക്കുവാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം മായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിക്ക് ശങ്കർ വർമ്മ എന്ന് പേരിടുന്നു. അതായത് അവളുടെ അച്ഛന്റെയും മുൻ ഭർത്താവിന്റെയും പേര് ചേർത്ത്. അങ്ങനെ ആ പേരും ആ കുട്ടിയോടും പാർവതിക്കും വളരെയധികം സ്നേഹവും സന്തോഷവുമാണ്. താൻ തന്നെ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മായ നിർധനരായ ആളുകളെ സഹായിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്